മിക്ക ആളുടെ ചോദ്യമാണ് 5000 കിലോമീറ്ററായി അല്ലെങ്കിൽ കുറച്ച് നാളെ ഞാൻ അലൈൻമെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. നമ്മുടെ വണ്ടിയിൽ സ്റ്റിയറിംഗ് ജോമെട്രി അനുസരിച്ച് ഒരിക്കൽ സെറ്റ് ചെയ്ത അലൈൻമെൻറ്റ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഒന്നില്ലെങ്കിൽ അതിനകത്ത് സസ്പെൻഷനിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സസ്പെൻഷൻ കംപ്ലയിൻറ്റോ സ്റ്റിയറിംഗ് കംപ്ലയിൻറ്റോ കാര്യങ്ങൾ വന്ന് നമ്മൾ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ പറ്റിയാൽ മാത്രമേ അതിനകത്ത് മാറ്റം വരുള്ളൂ. അല്ലാതെ അതിനകത്ത് മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ അലൈൻമെൻറ്റ് നമുക്ക് റെഗുലർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ടയർ റൊട്ടേഷൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. 5000 കിലോമീറ്റർ 10000 കിലോമീറ്റർ ടയർ റൊട്ടേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ അലൈൻമെൻറ്റ് പേപ്പർ മേടിക്കുക. അലൈൻമെൻറ്റ് പേപ്പർ മേടിച്ച് വായിച്ച് നോക്കുക എന്തൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് നോക്കി നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ അറിയാൻ പറ്റും. ഇനി അലൈൻമെൻറ്റ് പേപ്പറിൻ്റെ കണ്ണ് കളണ്ട, അത് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മുടെ അലൈൻമെൻ്റ് ഉള്ളത് 4 രീതിയിലാണ്. അതായത് ടോയ് ഇൻ, ടോയ് ഔട്ട്, കാസ്റ്റർ, ക്യാമ്പർ, കിങ് പിൻ, ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ടോയ് ഇൻ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വീല്, അത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലേക്കായിട്ട് നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. കുറച്ച് ഫ്രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ പറയുന്ന ടയർ സ്ട്രെയിറ്റ് ആയി വരും. അപ്പോൾ അത് അങ്ങനെ വന്നുള്ള തേയ്മാനം കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടോയിൻ ചെയ്യുന്നത്. അടുത്തത് ക്യാമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്, ക്യാമ്പർ എന്ന് നമ്മൾ വണ്ടിയുടെ വീലിൻ്റെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വീലിനെ നമ്മുടെ പുറത്തേക്കും അകത്തേക്കും തള്ളിയിരിക്കുന്നതാണ്. ചില ഓട്ടോയിൽ കണ്ടിട്ടില്ല. അതേപോലെ നമ്മുടെ വീലിനെ അകത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒന്ന് വീല് സ്പീഡായി വന്നു കഴിയുമ്പോൾ ഈ വീല് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്കൊരു തള്ളൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് സെറ്റ് ചെയ്യും. പിന്നെയുള്ളതാണ് കാസ്റ്റർ അല്ലെങ്കിൽ കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും ഒരു വണ്ടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റായിട്ട് വരുന്നതാണ്. മാനുഫാക്ചറർ സെറ്റ് ചെയ്ത് വിടുന്നതാണ്. അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അത് നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അഥവാ അതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിന് ഉറപ്പാണ് ആ വണ്ടിയിൽ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അതിനകത്ത് എന്തോ റിപ്പയറോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലാതെ ഈ പറയുന്ന കാസ്റ്ററോ അല്ലെങ്കിൽ കിങ് പിൻ ഇൻക്ലിനേഷൻ ഈ 2 കാര്യങ്ങളും മാറാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ വണ്ടി വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ്.